അക്കൗണ്ടിംഗ് ഇൻഫോസിൻ്റെ ഇന്നത്തെ ടോപ്പിക് പർച്ചേസ് ആൻഡ് സെയിൽസ് റിട്ടേൺ ബുക്സിനെ കുറിച്ചാണ്. വാട്ട് ഈസ് പർച്ചേസ് റിട്ടേൺ ബുക്ക്? ദിസ് ബുക്ക് റെക്കോർഡ്സ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ടു ദ സപ്ലയേഴ്സ്. Goods may be returned because they are found defective, inferior in quality, short weight, or not in conformity with the given order. This book is also called return outward books. സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മുന്നെപ്പോഴോ വാങ്ങിയ പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ്, ഡാമേജ്, ഇൻഫീരിയർ ക്വാളിറ്റി, അതുപോലെ തന്നെ ഷോർട്ട് വെയിറ്റ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്കിനെ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്സ് എന്നും പറയും. ദ സോഴ്സ് ഡോക്യുമെന്റ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഇൻ ദിസ് ബുക്ക് ഈസ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന സോഴ്സ് ഡോക്യുമെന്റ് ആണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എ ഡെബിറ്റ് നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് സെൻഡ് ടു ദി സപ്ലയർ ഇൻഫോമിംഗ് ഹിം ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽ ഓഫ് ഗുഡ്സ് റിട്ടേൺ, നെയിം ഓഫ് ദ പാർട്ടി ടു ഹൂം ഗുഡ്സ് ആർ റിട്ടേൺ അലോങ് വിത്ത് ദ റീസൺ ഫോർ റിട്ടേൺ. റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഗുഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനും അതുപോലെ ഏത് പാർട്ടിക്കാണ് നമ്മളത് റിട്ടേൺ ചെയ്യുന്നത്, എന്താണ് റിട്ടേൺ ചെയ്യുന്നതിനുള്ള കാരണം, അതിന്റെ എമൗണ്ട് എന്നിവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സപ്ലയേഴ്സിന് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കാനുള്ള ഒരു കൊച്ചു പ്രോബ്ലം ആണ് ഈ കാണുന്നത്. 2 water purifiers at rupees 2100 each and 5 buckets at rupees 130 each to Raman Traders. Invoice number 178 April 6th 2019. Second one, 100 big buckets at rupees 850 each to Surya Limited. Invoice number 209 April 8th ആണ് ഡേറ്റ്. നെക്സ്റ്റ് 5 roadside containers at rupees 4200 each to Fahad Enterprises. Invoice 180 April 14th. ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു പർച്ചേസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഫോർമാറ്റിന് ആദ്യം ഡേറ്റ് കോളം, പിന്നെ ഡെബിറ്റ് നോട്ട് നമ്പർ ആണ്, നെയിം ഓഫ് ദ സപ്ലയേഴ്സ്, ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചത് ആ സപ്ലയേഴ്സിന്റെ പേര്, അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് സപ്ലയേഴ്സിന്റെ പേര്, ലെഡ്ജർ ഫോളിയോ, പിന്നെ ഒരു എമൗണ്ട് കോളം. എങ്ങനെയാണ് ഈ പ്രോബ്ലം തയ്യാറാക്കിയെന്ന് നോക്കാം. 2 water purifier rupees 2100 each, അതുപോലെ 5 buckets rupees 130 each. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സിന്റെ പേര് രാമൻ ട്രേഡേഴ്സ് ആണ്. ഇവിടുത്തെ ഡെബിറ്റ് നോട്ട് നമ്പർ, അതായത് ഞാൻ ഇൻവോയ്സ് നമ്പർ എന്നാണ് എഴുതിക്കുന്നത്, ഡെബിറ്റ് നോട്ട് നമ്പർ ആണ് 178 April 6th ആണ് ഡേറ്റ്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി, ഡേറ്റ് എഴുതി April 6th, ഡെബിറ്റ് നോട്ട് നമ്പർ 178 ആണ്. സപ്ലയേഴ്സിന്റെ പേര് രാമൻ ട്രേഡേഴ്സ്. പ്യൂരിഫയർ നമ്മൾ 2 എണ്ണാണ് വാങ്ങിച്ചത്, 2100 രൂപ വിലയുള്ള 2 പ്യൂരിഫയർ. അപ്പോൾ 2 × 2100, അങ്ങനെ 4200 നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതി. അതുപോലെ ബക്കറ്റ്സ് 5 എണ്ണാണ്, 130 ഈച്ച്, അപ്പോൾ 5 × 130, അങ്ങനെ 650. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 4850 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ രാമൻ ട്രേഡേഴ്സിന് റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് April 8th ഇവിടുത്തെ ഡെബിറ്റ് നോട്ട് നമ്പർ എന്ന് പറയുന്നത് 209 ആണ്. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് സൂര്യ ലിമിറ്റഡിൽ നിന്നാണ്. അപ്പോൾ സൂര്യ ലിമിറ്റഡ് ആണ് നമ്മുടെ സപ്ലയേഴ്സ്. 100 ബക്കറ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്, 850 രൂപയാണ് ഒരെണ്ണത്തിന്റെ വില. അപ്പോൾ ഇവിടെ 209 ഡെബിറ്റ് നോട്ട് നമ്പർ എഴുതി. ഇനി സൂര്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സപ്ലയേഴ്സിന്റെ പേര് എഴുതി. ബിഗ് ബക്കറ്റ്സ് ആണ്, 100 എണ്ണാണ് ഉള്ളത്, 850 ഈച്ച് ആണ്. അപ്പോൾ 100 × 850, അങ്ങനെ 85,000 ഔട്ടർ കോളത്തിൽ എഴുതി. നെക്സ്റ്റ് ഫഹദ് എന്റർപ്രൈസസിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5 റോഡ് സൈഡ് കണ്ടെയ്നേഴ്സ് ആണ്, 4200 ആണ് ഓരോന്നിന്റെയും വില. April 14th ആണ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ April 14th എഴുതാം. ഡെബിറ്റ് നോട്ട് നമ്പർ 180 ആണ്. സപ്ലയേഴ്സിന്റെ പേര് ഫഹദ് എന്റർപ്രൈസസ് എന്ന് എഴുതുക. അതുപോലെ കണ്ടെയ്നേഴ്സ് 5 എണ്ണം, 4200 രൂപ ഒരെണ്ണത്തിന് വില. അപ്പോൾ 5 × 4200, അങ്ങനെ ഔട്ടർ കോളത്തിൽ 21,000 എഴുതി. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ഏപ്രിൽ മാസം റിട്ടേൺ ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എമൗണ്ട് കോളത്തിലെ എമൗണ്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. 4850, അതുപോലെ തന്നെ സൂര്യ ലിമിറ്റഡിന് 85,000, പിന്നെ ഫഹദ് എന്റർപ്രൈസസിന്റെ 21,000, അങ്ങനെ മൂന്നും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് 1,10,850 റുപ്പീസിന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഏപ്രിൽ മാസത്തെ ടോട്ടൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്.
Next, sales return books. The customers to whom we have sold goods on credit may return to us. Such returns are recorded in the sales return books or return inwards books. The source document for recording entries in the sales return books is credit note. Credit note is a statement sent to the buyer by the seller on return of goods indicating that his account has been credited with the amount mentioned in the credit note. നമ്മുടെ കമ്പനി സെയിൽ നടത്തിയ ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ്, ഡാമേജ്, അതുപോലെ തന്നെ ഇൻഫീരിയർ ക്വാളിറ്റി, ഷോർട്ട് വെയിറ്റ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് തിരിച്ചു കൊണ്ടുവരുന്ന ഗുഡ്സാണ് സെയിൽസ് റിട്ടേൺ ബുക്സിൽ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേഴ്സ് ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളത്. ഇവിടുത്തെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. ഡെബിറ്റ് നോട്ടിലെ പോലെ തന്നെ ഗുഡ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷനും അതിന്റെ എമൗണ്ടും റീസണും ഈ ക്രെഡിറ്റ് നോട്ടിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കാണുന്നൊരു ക്വസ്റ്റ്യനിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കാം. 2020 August 15th goods returned from Mega Stationeries as per credit note number 267. 2 color books at ₹30 each. Next, August 19th goods returned from Abba Traders, credit note number 378. 100 greeting cards at ₹20 each. 5 notebooks at ₹35 each. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഫോർമാറ്റ് പോലെ തന്നെയാണ് സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ഫോർമാറ്റും. ഡേറ്റ് കോളം, അവിടെ ഡെബിറ്റ് നോട്ട് ആയിരുന്നു, ഇവിടെ ക്രെഡിറ്റ് നോട്ട്. നെയിം ഓഫ് സപ്ലയേഴ്സിന് പകരം നെയിം ഓഫ് കസ്റ്റമേഴ്സ്, അതുപോലെ ലെഡ്ജർ ഫോളിയോ, ഒരു എമൗണ്ട് കോളം. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പേര് മേഗ സ്റ്റേഷനറീസ് ആണ്. ക്രെഡിറ്റ് നോട്ട് നമ്പർ 267. 2 കളർ ബുക്സ് ₹30 ഈച്ച് ആണ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ 2020 August 15th എഴുതി. അവിടെ ക്രെഡിറ്റ് നോട്ട് നമ്പർ 267 എഴുതിയിട്ടുണ്ട്. നെയിം ഓഫ് ദ കസ്റ്റമേഴ്സ് മേഗ സ്റ്റേഷനറീസ്. ഡീറ്റെയിൽ ആയിട്ട് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 കളർ ബുക്സ് 30 ഈച്ച് ആണ്. അപ്പോൾ 2 × 30 അങ്ങനെ ₹60 എമൗണ്ട് കോളത്തിൽ എഴുതിയിട്ടുണ്ട്. അടുത്തത് ആബ ട്രേഡേഴ്സ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പേര്. അവരുടെ ക്രെഡിറ്റ് നോട്ട് നമ്പർ 378 ആണ്. August 19th ആണ്. 100 ഗ്രീറ്റിംഗ് കാർഡ്സ് ₹20 ഈച്ച്. അപ്പോൾ 100 × 20 അങ്ങനെ 2000 ഔട്ടർ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. 5 ബുക്സ് 35 ഈച്ച്. അപ്പോൾ 35 × 5 175. അങ്ങനെ മേഗ സ്റ്റേഷനറീസിന്റെയും ആബ ട്രേഡേഴ്സിൽ നിന്നും തിരിച്ചു കിട്ടിയിട്ടുള്ള ഗുഡ്സിന്റെ ടോട്ടൽ എമൗണ്ട് നോക്കാം. ₹60 ഗുഡ്സ് മേഗ സ്റ്റേഷനറീസ് ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ആബ ട്രേഡേഴ്സ് ₹2175 ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. മൂന്നും കൂടി ആഡ് ചെയ്തു. 60 + 2000 + 175 അങ്ങനെ 2235 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത പർച്ചേസ് റിട്ടേൺ ബുക്കിനെ കുറിച്ചും സെയിൽസ് റിട്ടേൺ ബുക്കിനെ കുറിച്ചും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.